ലോകകപ്പിന് മുന്നോടിയായുള്ള ആദ്യ സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വിജയം. സ്വന്തം തട്ടകമായ ലാ ബൊമനാരയിൽ നടന്ന പോരാട്ടത്തിൽ 1-2 ഗോളുകൾക്ക് അർജന്റീന മൗറിറ്റാനിയയെ പരാജയപ്പെടുത്തി. ആദ്യ പകുതിയിൽ മികച്ച കളി പുറത്തെടുത്ത ലയണൽ സ്കലോണിയുടെ ടീമിന് രണ്ടാം പകുതിയിൽ നായകൻ ലയണൽ മെസ്സി ഇറങ്ങിയിട്ടും പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. ക്യാപ്റ്റൻ ലയണൽ മെസ്സിയെ ബെഞ്ചിലിരുത്തിയാണ് അർജന്റീന കളി ആരംഭിച്ചത്. 17-ാം മിനിറ്റിൽ നഹേൽ മൊളീന നൽകിയ ക്രോസിൽ നിന്ന് എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ആദ്യ ഗോൾ നേടി. 32-ാം മിനിറ്റിൽ യുവതാരം നിക്കോ പാസ് ഒരു തകർപ്പൻ ഫ്രീ കിക്കിലൂടെ അർജന്റീനയുടെ ലീഡ് 2 ഉയർത്തി. രണ്ടാം പകുതിയിൽ ലയണൽ മെസ്സി കളിക്കളത്തിലേക്ക് എത്തിയതോടെ ആരാധകർ വലിയൊരു ഗോൾ മഴ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മെസ്സി എത്തിയതോടെ അർജന്റീനയുടെ താളം തെറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. രണ്ടാം പകുതിയിൽ ഒറ്റ ഷോട്ട് പോലും ഓൺ ടാർഗറ്റിലേക്ക് ഉതിർക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചില്ല. മറുവശത്ത് മൗറിറ്റാനിയ ശക്തമായി തിരിച്ചു വന്നു. ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ മികച്ച സേവുകളാണ് അർജന്റീനയെ രക്ഷിച്ചത്. അവസാന നിമിഷത്തിൽ ജോർദാൻ ലെഫോർട്ടിലൂടെ മൗറിറ്റാനിയ ഒരു ഗോൾ മടക്കി. ഈ വിജയത്തിന് ശേഷം അർജന്റീനയുടെ അടുത്ത ലക്ഷ്യം സാംബിയക്കെതിരായ മത്സരമാണ്. മാർച്ച് 31 ചൊവ്വാഴ്ച ലാ ബൊമനാരയിൽ വെച്ച് തന്നെയാകും ഈ മത്സരവും നടക്കുക. ലോകകപ്പിന് മുൻപ് അർജന്റീന സ്വന്തം നാട്ടിൽ കളിക്കുന്ന അവസാന മത്സരമായിരിക്കും ഇത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.